അമീറുൽ ഇസ്ലാം കുറ്റമുക്തനാക്കണമെന്ന അമീറുൽ ഇസ്ലാമിൻ്റെ ആവശ്യം തള്ളുകയും ചെയ്യുന്നു കോടതി. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, ഇനിയിപ്പോൾ കഴുമരത്തിലേക്കുള്ള അമീറുൽ ഇസ്ലാമിൻ്റെ ദൂരം ഒന്നുകൂടി കുറഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെപ്പോഴുണ്ടാകുമെന്നാണ് കരുതേണ്ടത് ശ്രീകാന്ത്? പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പ്രതിക്കെതിരായി വിധി വന്നു എങ്കിൽ കൂടി അയാൾക്കിനിയും അവസരങ്ങൾ അയാൾക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയാൾക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാം, രാഷ്ട്രപതിക്ക് മുൻപാകെ ദയാഹർജി സമർപ്പിക്കാം. അങ്ങനെ അയാൾക്ക് മുന്നിൽ ഇനിയും അവസരങ്ങൾ ഉണ്ട് കഴുമരത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ കീഴ്ക്കോടതി വിധിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച ശിക്ഷാവിധി അത് നടപ്പാക്കാൻ ഹൈക്കോടതി കൂടി അനുമതി നൽകുമ്പോൾ, തെളിവുകളുടെ തലനാരിഴ കീഴിൽ പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി അതിന് അനുമതി നൽകുമ്പോൾ, ഇനി സുപ്രീം കോടതിയിലും രാഷ്ട്രപതിക്ക് മുന്നിലുമൊക്കെ പോയാലും അമീറുൽ ഇസ്ലാമിന് ആനുകൂല്യം കിട്ടുന്ന എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് സംശയകരമാണ്. നിലവിലിപ്പോൾ ഹൈക്കോടതി കൂടി ഈ പ്രോസിക്യൂഷൻ ശേഖരിച്ച തെളിവുകളുടെ പശ്ചാത്തലത്തിൽ അത് വിലയിരുത്തിക്കൊണ്ട് ഹൈക്കോടതി കൂടി ഇപ്പോൾ പറയുന്നു അമീറുൽ ഇസ്ലാം കുറ്റക്കാരനാണ്, അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവച്ചിരിക്കുന്നു, അമീറുൽ ഇസ്ലാം വധശിക്ഷയ്ക്ക് അർഹനാണ്. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ ഇയാളെ വധശിക്ഷ നടപ്പാക്കാൻ അനുവദിക്കണം എന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ അതിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി ശരിവച്ചിരിക്കുന്നു. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ വിധി.